രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്ത് ബിഗ് ബോസ് ഒരു ആറ്റം ബോംബ് വിട്ടു കൊടുത്തു അവിടെയുള്ള എല്ലാവർക്കും. അതിൽ കയറി പൊട്ടി ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ് ഇപ്പൊ നിലവിലെ ലൈവില്. ആരെയൊക്കെ ജുവനൈൽ സെന്ററിൽ വിടും എന്ന് എല്ലാവരും മുന്നിൽ വന്നതെന്ന് പറയണം. അതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. ഇതിലെ എല്ലാവരും ആളാം പ്രതി ടാർഗറ്റ് ചെയ്ത് നമ്മുടെ ജിൻഡോനെയാണ് കേട്ടോ. ജിൻഡോ സെൽഫിഷ് ആണ്, ജിൻഡോ ദുർഗുണങ്ങളുടെ ഒരു പാഠശാലയാണ്, ജിൻഡോ വളച്ചൊടിക്കാൻ മിടുക്കനാണ്, ജിൻഡോ തോന്നിവാസം കാണിച്ചത് കൊണ്ട് ലക്ഷറി ബഡ്ജറ്റ് പോയി, പിന്നെ ജിൻഡോ ഉറങ്ങി, അങ്ങനെ എല്ലാവരും ഒരു 100 കുറ്റം പറഞ്ഞു ജിൻഡോയെ കുറിച്ച്. എല്ലാവരും ആളാം പ്രതി വന്ന് പറഞ്ഞു. ആകെ ജാൻമണി മാത്രമേ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യാതിരുന്നുള്ളൂ. ജിൻഡോയ്ക്കും ട്രിഗറായി, പുള്ളിയും മനുഷ്യനാണ്. ജാൻമണിക്ക് ചായ കൊടുക്കാത്ത വിഷയത്തിൽ അർജുനും രശ്മിനും തന്നെയാണ് തെറ്റുകാര്. അവരാണ് ഈ ഒരു ജാൻമണിക്ക് ചായ കൊടുക്കണ്ട എന്നൊരു സ്റ്റാൻഡ് എടുത്തത് അവരാണ്. പക്ഷെ ഈ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ രണ്ടുപേരും കൂടി അത് നേരെ എടുത്ത് ജിൻഡോയുടെ മണ്ടയ്ക്ക് വെച്ചു കൊടുത്തു. പിന്നെ അതുകൂടാതെ ഫ്ലോർ ക്ലീനിങ് ഡ്യൂട്ടിയും കൊടുത്തു ജിൻഡോയ്ക്ക് ഒരു ദിവസത്തേക്ക്, ഇതിന് പണിഷ്മെന്റ് ആയിട്ട്. ജിൻഡോ രശ്മിന്റെ ജന്മസ്ഥലമായിട്ടുള്ള മട്ടാഞ്ചേരിയെ കുറിച്ച് ഒരു പരാമർശം നടത്തി ട്രിഗറായിട്ട്. ലാലേട്ടനെ പോലെ അത്രയും വലിയൊരു മനുഷ്യനെ ഡിസ്റെസ്പെക്ട് ചെയ്തു രശ്മിൻ. അത് നിങ്ങൾ മട്ടാഞ്ചേരിക്കാരുടെ കൾച്ചറാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നെന്തോ ജിൻഡോ ഇങ്ങനെ പറഞ്ഞു. ലൈവില് മ്യൂട്ട് ചെയ്താണ് ഈ ഒരു ഭാഗം കാണിച്ചത്. മട്ടാഞ്ചേരി എന്നത് എന്തോ മോശപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ളവരെന്തോ മോശപ്പെട്ട ആളുകളാണ് എന്ന് ജിൻഡോ പറയാതെ പറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോ ജിൻഡോയ്ക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ജിൻഡോ പറഞ്ഞു. ബോഡി ഷോ കാണിച്ച് എന്തോ അടി കിട്ടിയ കേസോ തല്ലാൻ വന്നെന്നോ എന്തോ പറഞ്ഞു. എന്നുവെച്ചാൽ ഗുണ്ടകളാണ് മട്ടാഞ്ചേരിയിൽ ഉള്ളത് എന്ന രീതിയിലാണ് ജിൻഡോ സംസാരിച്ചത്. പിന്നെ റസ്മിനോടുള്ള ദേഷ്യത്തിന് റസ്മിനെ ടാർഗറ്റ് ചെയ്യാം, റസ്മിനെ പറയാം, അല്ലെങ്കിൽ റസ്മിന്റെ പേരൻസിനെ പറയാം. അതാണ് അതിന്റെ ഒരു ലിമിറ്റ്. പക്ഷെ ഒരു നാടിനെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് വളരെ റോങ് ആണ്. അതിനെ ജിൻഡോ മാപ്പ് പറയണം. റസ്മിൻ ചെയ്തത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ്. വേസ്റ്റ് എറിഞ്ഞ ഒരു സ്ഥലം വൃത്തികേടാക്കിയത് വളരെ മോശമായിപ്പോയി. പ്രത്യേകിച്ച് ലാലേട്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് രണ്ടുപേരുടെയും തെറ്റുകളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. രണ്ടുപേരും നല്ല തെറ്റ് ചെയ്തു രാവിലെ തന്നെ.